ഇത് നാലാമത്തെ തവണ മത്സരിക്കുന്നത്. ഇനിയും മത്സരിക്കും ലോക്സഭയിൽ. എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ അവസാനത്തെ ലോക്സഭ മത്സരമാവണം. കാരണം എല്ലാവരെയും പ്രവർത്തന ജീവിതത്തിൽ ഒരു അവസരം വരും ഒരു ചെറുപ്പക്കാർക്ക് മാറിക്കൊടുക്കാൻ. ഞാൻ ഐക്യരാജ്യസഭ വിട്ടത് പെൻഷനായിട്ടല്ല, ഞാൻ നേരത്തെ വിട്ടു. ഞാൻ 50 പൈസ വിട്ടത്. UN പെൻഷൻ 60 കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇപ്പോൾ 62 65 ഒക്കെ ആയിട്ടുണ്ട്. ഐ വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ് എന്നായിരുന്നു എൻ്റെ മുദ്രാവാക്യം. അതെപ്പോഴും അതുതന്നെയാണ് മുദ്രാവാക്യം. അപ്പോൾ അഥവാ നമ്മളുടെ ഭരണം വന്നാൽ ഒരു വേറെ രീതിയിലൊരു റോൾ നയിക്കാൻ അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും. അഥവാ ദുർഭാഗ്യത്തോടെ ഈ ദുർഭരണം തുടർന്നാൽ പല പ്രധാനപ്പെട്ട വിവാദങ്ങൾ വരാൻ പോവുകയാണ്. ഒരു ഉദാഹരണമാണ് നമ്മളുടെ ഈ ലോക്സഭയിലത്തെ സീറ്റിൻ്റെ ഡീലിമിറ്റേഷൻ ഒരു മാറ്റം വരുമ്പോൾ അത് 91st അമെൻമെൻറ്റ് 1976 ഇന്ദിരാഗാന്ധി പാസ് ചെയ്തതും 2001 വാജ്പേയി എക്സ്റ്റെൻഡ് ചെയ്തതും അത് 2026 ലാപ്സ് ചെയ്യുമ്പോൾ ഈ സർക്കാർ അഥവാ തുടരുകയാണെങ്കിൽ അവർ ഉറപ്പമായിട്ട് ഇതിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രശ്നം കൊണ്ടുവരാൻ പോകുന്നു. അതിൽ ഒരു 2/3 മെജോറിറ്റി കൊടുക്കുന്ന ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും രാഷ്ട്രീയ സ്ഥിതി എന്തായിരിക്കും എന്ന് കുറിച്ച് ചിന്തിക്കാനും അതൊരു ചർച്ചയിൽ പങ്കെടുക്കാനും നമ്മുടെ ഭരണഘടനത്തിൻ്റെ സ്ട്രക്ചർ പ്രകാരം എങ്ങനെയാണ് ദക്ഷിണ ഭാരതത്തിൻ്റെ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്വന്തം വെയിറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കൊടുക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇപ്പോൾ കൂടി നിൽക്കാനൊരു ആഗ്രഹമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതൊരു 5 വർഷത്തിൻ്റെ ടേമാണെന്ന് ലോക്സഭ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവർ ഈ 1 നേഷൻ 1 ഇലക്ഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ കാലത്തിലാണ് ഇതൊക്കെ വരാൻ പോകുന്നത്. ഇതിലെല്ലാറ്റിലും ആവശ്യമുള്ള പ്രതിഷേധം ചെയ്തിട്ടും ആവശ്യമുള്ള തർക്കം ചെയ്തിട്ടും ആവശ്യമുള്ള ജനങ്ങളുടെ ശബ്ദം കേൾപ്പിച്ചിട്ടും എനിക്ക് അതെല്ലാം ചെയ്ത ശേഷം ഇനി വേറെ പലർക്കും സമയം വിട്ടുകൊടുക്കാനായി എന്ന് പറഞ്ഞാൽ തോന്നിയാൽ അപ്പം ഞാൻ മര്യാദയോടെ അപ്പോഴും നല്ല സമയത്തോട് പ്രഖ്യാപിക്കും. മറ്റേവർക്ക് സമയമുണ്ടാവട്ടെ ഈ സ്ഥാനം എടുക്കാൻ വേണ്ടി തയ്യാറാവാൻ. ആ മനസ്സിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥമല്ല ഞാൻ രാഷ്ട്രീയം തന്നെ വിട്ടുപോകും. രാഷ്ട്രീയത്തിൽ പല സാധ്യതകൾ കാണുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കും. പക്ഷേ ലോക്സഭയ്ക്ക് ഞാൻ മത്സരിക്കുന്നത് ആത്മാർത്ഥതയോടെ മത്സരിക്കുന്നു. കാര്യം അടുത്ത 5 വർഷത്തിൽ പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ലോക്സഭയിൽ വരുന്നുണ്ട്. അതിൽ ഒരു വലിയൊരു ഭാഗം വലിയൊരു റോള് പ്ലേ ചെയ്യാൻ ഞാൻ തയ്യാറാണ്.